മുഹൂർത്തം ചാനലിലേക്ക് സ്വാഗതം. ഇനി ചൊവ്വയുടെ ദശാകാലത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ചൊവ്വ എന്ന് പറഞ്ഞ കുജൻ, അതാണ് ആ ഗ്രഹത്തെ കുറിച്ചാണ്. ചുമന്ന ഗ്രഹമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചൊവ്വാദശ എല്ലാവരും ഇത്തിരി ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ചൊവ്വ നല്ല സ്ഥാനത്താണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ അവിടെ ഏറ്റവും ദേഷ്യം, അതായത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് കോപം വരും, പ്രതികരണ ശേഷി കൂടും, അതൊക്കെ വരുന്നൊരു ദശയാണ് ചൊവ്വ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചൊവ്വയുടെ ദശാകാലം 7 വർഷക്കാലാണ്. അതിൽ ആദ്യത്തെ കുറച്ച് നാള്, അതായത് ഒരു 9 മാസം 10 മാസത്തോളാണ് അപഹാരം, ചൊവ്വയുടെ അപഹാരം ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സ്വഭാവ മാറ്റങ്ങൾ വരിക. നമുക്ക് പെട്ടെന്ന് കുറെ ഫ്രണ്ട്സ് വരും. ചൊവ്വയില് എപ്പോഴും കുറെ കൂട്ടുകെട്ടുകൾ വരും. അവര് പെട്ടെന്ന് വിളിക്കുന്നു, നമ്മൾ പോവാ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അവരാണ് പറയുന്നത് എല്ലാതും. അങ്ങനെ തോന്നും നമുക്ക്, അവര് പറയുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു കാലഘട്ടമാണ് ചൊവ്വയുടെ ഒരു കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് ആ ചൊവ്വയുടെ ഒരു 10 മാസം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രാഹുവാണ്. അപ്പൊ ഒന്നും കൂടി ഫ്രണ്ട്സിനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ചൊവ്വയിൽ കുറെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. രാഹുലാകുമ്പോ അവരുമായിട്ട് ഒന്നും കൂടി ചങ്ങാത്തം കൂടും. അപ്പൊ പലവിധ കൂട്ടുകെട്ടുകളിലും പോയി പെടും. പക്ഷെ ചൊവ്വ നല്ലൊരു സ്ഥാനത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പവറുള്ള ഉദ്യോഗസ്ഥനാവാനായിട്ട് പറ്റൂട്ട. അത് ചൊവ്വയാണ് നമുക്ക് സൈന്യത്തില്, അതുപോലെ ആർമി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി നമ്മളെ കൊണ്ടുവന്ന് ചേർക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ. അപ്പൊ ചൊവ്വയൊക്കെ ഏറ്റവും നല്ലതാണെങ്കിൽ 18 വയസ്സ് 20 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടികൾക്ക് ആർമിയിൽ ചേർന്നു, അല്ലെങ്കിൽ ഡിഫൻസിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ ഈ യൂണിഫോം ആയിട്ട് ഇരിക്കുന്ന ഒരു ജോലി കിട്ടാനായിട്ട് ഈ ചൊവ്വയെ കൊണ്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഈ ചൊവ്വയും ഈ രാഹുവും എല്ലാം കൂടി ഒരു ദോഷസ്ഥാനത്താണെന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് കൂട്ടുകെട്ടുകളിൽ വരും. അവരുടെ സ്വഭാവം തന്നെ വേറെ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചൊവ്വയില് ഈ രാഹു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വ്യാഴാണ്. അപ്പൊ ഒരു തിരിച്ചറിവ് വരും. അപ്പൊ ചൊവ്വയിലും രാഹുവിലും നമ്മൾ നടന്ന് ഒരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ് വ്യാഴത്തില്. വ്യാഴം വന്നു, പിന്നെ ശനിയാണ്. ആ ശനി ഇതേപോലെ തന്നെ ഒരു 9 മാസം 8 മാസം 6 മാസം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് 7 വർഷവും നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷക്കാലം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ചൊവ്വയുടെ. അതേപോലെ കേസ് വരും, ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ വരിക, കേസ്, കോടതി. നമ്മൾ അറിയാതെ ഈ ഫ്രണ്ട്സിന്റെ കൂട്ടുകെട്ടിൽ പോയിട്ട് അറിയാതെ വേറെ കൂട്ടുകെട്ടിൽ പോയി പെട്ട് നമുക്ക് കേസ്, പോലീസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പോയി പെടേണ്ട ഒരു കാലഘട്ടവും ആണത്. അപ്പൊ നല്ലൊരു സമയമാണെങ്കിൽ ഇതിലൊന്നും പെടില്ല. നമ്മൾ കറക്റ്റ് ആ ഡിഫൻസ് പോലെയുള്ള ആ ജോലിയിൽ പോയി പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അതിൽ വന്നൂല്ലോ. ആർമി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിഫൻസ് എന്നൊക്കെ പറയുമ്പോൾ ഈ പോലീസും പട്ടാളവും ഒക്കെ ആ ജോലി സംബന്ധമായിട്ട് നമ്മൾ അതിൽ കൂടെ കയറിപ്പോവും. അതാണ് ചൊവ്വ എന്നുള്ള ഗ്രഹത്തിന്റെ ഒരു പവർ. അപ്പൊ ചൊവ്വ ഏറ്റവും നല്ല സ്ഥാനത്ത്, ഇപ്പൊ ദോഷസ്ഥാനത്താണെങ്കിൽ തന്നെ നമ്മൾ ആ ദേവിയാണ് നന്നായി പ്രാർത്ഥിക്കുക. ദേവീനെ അടുത്ത് നന്നായി പ്രാർത്ഥിക്കുക. ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കുടുംബ പരദേവതകൾ, ഇപ്പം മിക്ക വീടുകളിലും പരദേവത സങ്കല്പം ഉണ്ടായിരിക്കും. ആ പരദേവതേനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ചിലവരൊക്കെ ഒരു 7 വർഷക്കാലവും അവിടെ മാസത്തിലോ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നന്നായിട്ട് പോയി പറ്റത്തക്ക വഴിപാടുകൾ, നമുക്ക് പറ്റാവുന്ന വഴിപാടുകൾ എന്താണോ, ഇപ്പൊ നിങ്ങളുടെ സാമ്പത്തിക നിലയ്ക്ക് അനുസരിച്ച് കുറച്ച് ഒരു കാണത്തക്ക ഒരു വഴിപാടൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ലൊരു സമയമാണ്. ചിലർക്ക് നന്നായിട്ട് ഭൂമി ഉണ്ടാവും കേട്ടോ. ആ ഒരു സമയത്ത് ചൊവ്വ ഭൂമിയുടെ കാരകത്വം കൂടിയിട്ടുണ്ട്. അപ്പൊ ഭൂമി നന്നായിട്ട് വാങ്ങാനായിട്ട് പറ്റും. 6-ലൊക്കെ നിൽക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രുക്കളൊക്കെ ജയിച്ച് നമ്മൾ നല്ലൊരു സ്ഥിതിയിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ, അതായത് ഉഗ്രരൂപമായിട്ട് ഇരിക്കുന്ന ഈ ചൊവ്വ പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ 6-ല് 3-ലൊക്കെ നിന്നാല് നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. പിന്നെ നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ പോവാം, നവഗ്രഹങ്ങൾക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. ദേവീ ക്ഷേത്രവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം വേണ്ടത്. അങ്ങനെ പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൊവ്വയുടെ ദശാകാലം നമുക്ക് വളരെ നന്നായിട്ട് തന്നെ പോവാനായിട്ട് സാധിക്കും. അപ്പൊ ചൊവ്വയാണ് നിങ്ങൾക്കിപ്പോ പെട്ടെന്ന് ഗ്രഹങ്ങൾ മാറുന്നുണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ യൂട്യൂബിലൊക്കെ. ചൊവ്വയാണ് മാറി, അല്ലെങ്കിൽ രാഹുവാണ് മാറുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല എഫക്റ്റ് തരാനും നല്ലത് തരാനും ഈ ഗ്രഹങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഒരു 7 വർഷക്കാലം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും, അതുപോലെ രാഹുവിന്റെ കൂട്ടൊക്കെ വരുമ്പോൾ വളരെയധികം, ചൊവ്വയും രാഹുവും കൂടിയിട്ടാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഇരിക്കുന്നതെങ്കിൽ
ആ സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഏറ്റവും നല്ല ഗുണങ്ങൾ വരുന്നുണ്ട്.